നമ്മുടെ കാട് പോലെയാ കടലും, കണ്ടാലും കണ്ടാലും തീരില്ല. കാട് പോലെയൊന്നല്ല. മരങ്ങളുണ്ടോ അവിടെ? വെള്ളമുണ്ട് നിറയെ. മലകളുണ്ടോ? മണലുണ്ട്, നല്ല പഞ്ചാര മണല്. വെള്ളച്ചാട്ടമുണ്ടോ? തിരകളുണ്ട്. ചെക്കനിപ്പോ അവിടുത്തെ ആളായി പോയി. അവിടെ ഇല്ലാത്ത എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. എന്ത്? നീ ഇല്ല ഇവിടെ. ചെക്കൻ പാടാറുണ്ടോ? നീ ഇല്ലെങ്കിൽ എങ്ങനെ പാടും പെണ്ണെ? ഇപ്പൊ ഞാനുണ്ടല്ലോ, പാട്. ഇപ്പോഴോ? എല്ലാരും ഉണ്ട് ഇവിടെ. അയ്യോ, ഹലോ റിക്കു, എന്ത് പറ്റി? ഹലോ റിക്കു, നീ എന്തൊന്നും മിണ്ടാത്തെ? ഇതാണ് നല്ല സംഭവം. കൊള്ളാലോ, നല്ല ചരക്കാണല്ലോ. ഇവിടെ ആദിവാസിയാണോടാ? കണ്ടിട്ട് നിന്നെക്കാൾ മൂത്താണല്ലോ. ആണെങ്കിൽ നിനക്കെന്താ? തിന്നാൻ പറ്റണേ കൊല്ലടാ മൈരെ. കൊല്ലുന്നവർ ലഹരിയില്ല മച്ചാനെ. നിനക്കെന്ത് പറ്റി? ചോര കണ്ട് പേടിച്ചതാ. എന്നെ ശാന്തിനഗറിലോട്ടൊന്ന് ഇറക്കിയത്. ശാന്തിനഗർ അല്ലേ സാർ? തനിക്കെന്താ ചെവി കേട്ടൂടെ? ഇല്ലടി, ഞാൻ വന്ന പിന്നെ തല്ലും കുത്തൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ കൊച്ചാക്കണ്ട, അടുത്ത പ്രാവശ്യം മാസം കൂടെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നോക്കിയാ മൈര സൈക്കിൾ എവിടുന്നേ? ഫോണെ കുറിച്ചുണ്ടോ അവന്റെ അമ്മയുടെ സൈക്കിൾ അഭ്യാസം? അവന്റെ ഒരു ഹെഡ്ഫോണും കോപ്പും. സാറേ, ഇവനാ സൈമന്റെ കൂടെയുള്ള പയ്യനാ. സൈമന് കുണ്ടമ്പടി ഉണ്ടോടാ? ഒന്ന് പോകുമ്പോ വേറൊന്ന് വരുന്നുണ്ടല്ലോ. പഴയ കിളന്തിനെ സാറ് മറന്നിട്ടില്ലല്ലേ? ഇതൊരു താക്കീത് മാത്രം. ശാന്തിനഗറിലാണോ സത്യൻ സാർ താമസിക്കുന്നത്? ചില ദിവസങ്ങളിൽ അങ്ങേര് ശാന്തിനഗറിലും താമസിക്കും. അതെന്താ? അതങ്ങേരുടെ സെറ്റപ്പിന്റെ വീട്. അല്ല സാറേ, ആരാ ഈ സൈമൺ? സൈമൺ ഇവിടത്തെ ഒരു ഗുണ്ടയാ. വലിയ സെറ്റപ്പ് ആണോ? ഏയ്, ലോക്കൽ അടിപിടിയും മറ്റും. പണ്ടൊരു കൊലക്കേസ് ഉണ്ടായിരുന്നു, അത് തള്ളിപ്പോയി. സത്യൻ സാറായിട്ട് എന്താ ഇഷ്യൂ? ഈ സൈമണും ടീമും പണ്ട് സത്യൻ സാറിന്റെ വീട്ടിൽ കയറി കെട്ടി. SIയുടെ വീട്ടിൽ കയറി പണിയേ? നമ്മളിപ്പം കണ്ട ഈ പയ്യനില്ലേ, പണ്ട് ഇതുപോലൊരു പയ്യൻ സൈമന്റെ ടീമിലുണ്ടായിരുന്നു, മജീദ്. അവനൊരു കാമുകി ഉണ്ടായിരുന്നു, ഇച്ചിരി പോന്നൊരു പെണ്ണ്. നമ്മുടെ സത്യൻ സാറിന് കൊച്ചെന്നോ വലുതെന്നോ വല്ലതുമുണ്ടോ? എന്തോ കേസിന്റെ കാര്യത്തിനായി സ്റ്റേഷനിൽ വന്ന കൊച്ചിന്റെ പുറകെ നടന്ന് ഇയാൾ ശല്യം ചെയ്തു. 1-2 തവണ അവര് വന്ന് അയ്യോ പോറ്റി കൊച്ചിനെ ഉപദ്രവിക്കല്ലേ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്താകാൻ, കള്ള് മൂത്തൊരു രാത്രിയിൽ ഇയാൾ കേസിന്റെ കാര്യവും പറഞ്ഞ് കുട്ടിയുടെ വീട്ടിൽ കയറി. എന്നിട്ട് കേസ് എന്തായി? കേസ് തള്ളിപ്പോയി. കുടുംബം അടക്കം തീർത്ത് കളയുമെന്ന് പറഞ്ഞ് വിരട്ടിയപ്പം സത്യൻ സാർ കോംപ്രമൈസായി. എന്നിട്ട് മജീദ് ഇപ്പൊ എവിടെയാ? അവൻ ആ പെണ്ണിനെ കെട്ടി. ഇപ്പം ഫീൽഡൊക്കെ വിട്ട ആള് വടക്കെവിടെയോ ആണ്. നേരിട്ട് കണ്ട പതറുമെങ്കിലും അവന്റെ അന്ത്യം തൻ്റെ കൈകൊണ്ടാണെന്നാണ് സത്യൻ സാർ പറയുന്നത്. നീ കഴിച്ചോ? ഓ, ഉറങ്ങാറില്ലേ? ശരിയാവും തോന്നുന്നില്ല. പിന്നെ ഗുണപ്പെടാനാണല്ലോ ആളുകൾ ഗുണ്ടാ പണിക്ക്. അതല്ല ഞാൻ ഓർക്കണം, ഈ ആദിവാസികളൊക്കെ എന്തിനു ഗുണ്ടാ പണിക്ക് വരുന്നത്? നല്ല സംവരണക്കുള്ളതല്ല, നല്ല ജോലിക്കുമ്പോൾ കൂടെ. സംവരണം ഇല്ലാഞ്ഞിട്ടാണോ നീ ഈ പണിക്ക് ഇറങ്ങിയത്? അതല്ലാന്ന് ചിക്കൻ ഫുൾ ടൈം ഫോണില്ല. ഞങ്ങൾക്ക് ആളെ ഞാൻ കണ്ടു, അതിനേക്കാൾ മൂത്തൊരു സാധനം. മറ്റേ പണിയാണ് സംശയം. എന്ത് പറ്റിയ പരിപാടി? ആ വിഹിതം ചില കടിമൂത്തള്ളമാർക്ക് കൊച്ചു പിള്ളേരെ പിടുത്തം.
അവൻ കെട്ടാൻ പോണ പെണ്ണാടാ. കെട്ടുറപ്പിച്ചിട്ടുണ്ടോ അത്ര വലിയ പേര്? ഞാൻ കരുതി വളച്ചെടുക്കാനുള്ള പ്രായത്താണ്. നീ നിന്റെ കാര്യം നോക്ക്, ഓരോരോ ചോദിച്ചു. വേറെ ഒരു രസം. ഫോണിൽ കൊത്തിക്കൊണ്ടിരിക്കാണ്ട് ഇങ്ങോട്ട് വാ. സാധനം ഉറങ്ങിയടാ. ശരി ആശാനെ, എന്നേക്കാ മൂത്തതാ. ഞങ്ങളൊന്നിച്ച് കളിച്ചു വളർന്നതാ. എപ്പോഴും ഇഷ്ടത്തിലായി. ആശാന ഓർമ്മയുണ്ടോ? 2 വർഷം മുമ്പ് വലിയ കോലാറുണ്ടാക്കിയ കേസാ. പത്രത്തിലും ചാനലിലൊക്കെ വലിയ വാർത്തയായിരുന്നു. ഒരു ആദിവാസി പെണ്ണിനെ കൂട്ടബലാത്സംഗം ചെയ്ത് കാട്ടിൽ തള്ളിയ സംഭവം. അതെൻ്റെ സുമയായിരുന്നു. എന്നിട്ട് ആ കേസ് എന്തായി? എന്താകാൻ, സിനിമാ നടിയൊന്നുമല്ലല്ലോ, ആദിവാസി പെണ്ണല്ലേ. 2 ദിവസം കഴിഞ്ഞപ്പോൾ എല്ലാവരും എല്ലാം മറന്നു. പത്രക്കാരും TV-ക്കാരും വനിതാ സംഘടനക്കാരും. നിന്റെ സംസാരത്തിന് ആദിവാസിയിലുള്ള ഞാൻ പഠിച്ചതും വളർന്നതൊന്നും അവിടെയല്ല. ഒരു ഫോറസ്റ്റുടെ സ്പോൺസർഷിപ്പിൽ പട്ടണത്തിലെ ഒരു സ്കൂളിലാണ്. അതാരാ? അതാണ് സ്റ്റീഫൻ. രാഷ്ട്രീയക്കാരൻ, കച്ചവടക്കാരൻ, ഡോൺ. നമ്മുടെ സ്ഥിരം കസ്റ്റമറാ. സൈമനെ ഭയങ്കര വിശ്വാസമാണ്. എത്ര പണമാണെങ്കിലും തരും. ഈ മണ്ടാൽ സൈമൻ കണക്ക് പറയാനറിയില്ല. നമ്മൾ ഡീൽ ചെയ്യാന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കൂല. മറ്റാരെയും ഏൽപ്പിക്കാൻ പറ്റാത്ത കേസാണ്. ആരായാണ്? കുര്യച്ചൻ, പ്ലാനർ കുര്യച്ചൻ. എന്താ കുര്യച്ചനുമായി? അതീവ ഗുരുതരം. തൽക്കാലം ഇത്ര മാത്രം. കുര്യച്ചൻ മുതലാളിയെ പോലെ ഒരാളെ നോവിച്ചു വിടുന്നത് റിസ്ക്കാണ്. മൂർഖന്റെ ജന്മമാണ് അയാൾ. തല്ലുന്നെങ്കിൽ ആളറിയാതെ, കൊല്ലുന്നെങ്കിൽ ചാവുന്നതിന് മുമ്പ് അവനറിയണം ഇതെന്റെ കൊട്ടേഷനാണ്. ഓക്കെ. ആർക്കാശാന പണി? പ്ലാന്റർ കുര്യച്ചൻ. സംഗതി സ്റ്റീഫൻ സാർ നമ്മുടെ പുള്ളിയൊക്കെ തന്നെ. പക്ഷെ കുര്യച്ചൻ മുതലാളിയെ പണിയാന്നൊക്കെ പറഞ്ഞാൽ ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ? ഞാൻ വാക്ക് കൊടുത്തു. പേടിയുണ്ടെങ്കിൽ നീ വരണ്ട, വണ്ടി എടുക്കും. എപ്പോഴും ചെയ്യും പോലുള്ള കൂലിത്തല്ലല്ലത്. അങ്ങനെ എളുപ്പം കയറി തല്ലാൻ പറ്റുന്ന ആളല്ല കുര്യച്ചൻ. എവിടെയെങ്കിലും പിഴച്ചാൽ നമ്മളാണ് ചെയ്തതെന്ന് അറിഞ്ഞാൽ ഇനി ഈ ടൗണിൽ ജീവിക്കാൻ പറ്റില്ല. ടൗൺ എന്താ കുര്യച്ചന്റെ തന്തയുടെ വകയാണോ? നമ്മൾ തല്ലുകയും ചെയ്യും, ഈ ടൗണിൽ തന്നെ ജീവിക്കുകയും ചെയ്യും. എന്താ ആശാന മനസ്സിൽ? ഇരുട്ട് നമുക്ക് കൂട്ടുവരും. കുര്യച്ചൻ മുതലാളിക്ക് ടൗണിൽ തന്നെ പല വീടുകളും ഫ്ലാറ്റുകളും ഉണ്ട്. പിന്നെ ഗോഡൗണുകൾ, ഓഫീസുകളും. അതിലെവിടെ വെച്ചാണ് തഞ്ചത്തിൽ കിട്ടുക എന്നുള്ളത് നമ്മൾ ആദ്യം അറിയണം. നാളെ മുതൽ നീ അയാളെ ഫോളോ ചെയ്യും. ഇവനാ ഈ ടൗണിന്റെ കണകുണറിയാത്തവനാ. നിനക്ക് ഡ്രൈവിംഗ് അറിയാമോ? ബൈക്ക് ഓടിക്കാൻ അറിയാം. ഫാസ്റ്റ് അയാളുടെ കാറിനെ ചേച്ചി പിടിച്ചു തന്നെ. ഞാൻ ചെയ്യാം ആശാനെ. നീ ആ മോൻസിയുടെ വർക്ക്ഷോപ്പിൽ പോയി ഉടായ്പിൽ വല്ല വണ്ടി ഉണ്ടോ എന്ന് നോക്കി അവനോടുത്തേ. ടൗൺ വിട്ടുപോയാൽ ഫോളോ ചെയ്യണ്ട. എന്നാ നീ പോയിക്കോ.
ആ ഗോഡൗൺ അത്ര സേഫ് അല്ല. പുറത്തറിയാത്ത എന്തോ ഇടപാടാണ്. ആളും ആയുധം ഒക്കെ കാണും. എങ്കിലാ വീട് തന്നെ. യെസ്, അവിടെ അയാൾ സ്ഥിരം പോക്കുവരവുണ്ട്. എന്താ ഇടപാട്? പെണ്ണ് തന്നെ. അയാളുടെ പഴയൊരു കുട്ടിയുണ്ട്, സുവർണ. അടിപൊളി. അങ്ങയുടെ ഒരു ടൈം. അതാണോ നമ്മുടെ ഇവിടുത്തെ കാര്യം? അതല്ല, അവിടെ വെച്ചാകുമ്പോ ആ വീട്ടുകാർ കാണില്ലേ? അതിനൊക്കെ വഴിയുണ്ടാക്കാം. എടി നീ കരയാതെ, പ്രശ്നമൊന്നുമില്ല. ഞാൻ 2 ദിവസത്തിനുള്ളിൽ വരാം. ഇപ്പൊ തന്നെ വായോ? ഇപ്പം എങ്ങനെ വരാനാ? ഞാൻ പറഞ്ഞില്ലേ ഒരു വർക്കുണ്ട്. അതൊന്നും പറഞ്ഞാ പറ്റില്ല, എനിക്ക് പേടിയാവുന്നു. പെട്ടെന്ന് വാ. എന്തായാലും നീ 2 ദിവസം പിടിച്ചു നിൽക്ക്, ഞാൻ വരാം. വന്നില്ലെങ്കിൽ ചത്തോളെ. എന്തൊക്കെയാണ് ഈ പറയണേ? ആത്മഹത്യ ചെയ്യാനാണോ നമ്മൾ ഇത്രയും കാലം പൊരുതി വന്നത്? ചാകുന്നതിൽ ഒന്നിച്ച് മതി. ജീവിക്കാൻ സമ്മതിക്കില്ല ആശാനെ. ഇപ്പൊ എന്താ പ്രശ്നം? ആ നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. അവിടെ ഏതോ പത്രക്കാർ തിരക്കി ചെന്നു, പഴയ കേസും കുത്തിപ്പൊക്കി. അപ്പൊ അവിടുത്തുകാരെല്ലാം അറിഞ്ഞു. എങ്കിൽ നീ വിട്ടോ, ഇവിടുത്തെ കാര്യം ഞങ്ങൾ നോക്കി പോകണം. വേണ്ട ആശാനെ, നമ്മുടെ പണിയും കഴിഞ്ഞ് പോവാം. എന്തെങ്കിലും ചെയ്ത് മനസ്സ് കട്ടിയാക്കിയിട്ട് വേണം പോവാൻ. അത് ജീവിക്കാനാണെങ്കിലും മരിക്കാനാണെങ്കിലും. മരിക്കാൻ എളുപ്പമാണ്, കൊല്ലാനും ജീവിക്കാനും കൊല്ലപ്പെടാതിരിക്കാനുമാണ് പ്രയാസം. നീ അവളുമായി ഇങ്ങ് പോരും, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഞങ്ങൾ വരണോ? വേണ്ട. വണ്ടി എടുക്കടാ. പറ. രഘു, മജീദിനെ വിളിച്ച് ഗോഡൌണിലോട്ട് വരാം. ശരിയാ സാറേ. മുറുകത്ര ആഴത്തിലല്ല ആശാനെ. നോക്കിലേത് ചെന്ന് കയറി കൊടുക്കണ്ട പറഞ്ഞതാ. എന്തായാലും കുറച്ച് ദിവസം മാറി നിൽക്കി. ആ, അതാ നല്ലത്. തൽക്കാലം ഇവിടുത്തെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. ആ, അതാ ശരി. സ്ഥലമൊക്കെ ഞാൻ അറേഞ്ച് ചെയ്യാം. അത് വേണ്ട. നാട്ടിൽ തപ്പിയിട്ട് കിട്ടിയില്ലെങ്കിൽ അവരാദ്യം തിരയുന്നത് നിന്റെ അടുത്തായിരിക്കും. ആ, അതും ശരിയാ. അങ്ങനെയാണെങ്കിൽ ഒരാളെന്റെ കയ്യിലുണ്ടാച്ചാനെ. ഈ നാട്ടിൽ എനിക്ക് കൂട്ടവനാണ്, വിശ്വസിക്കാം. കൂടെ നിൽക്കും. ഇവിടുത്തെ കാര്യങ്ങൾ നീ മജീദിനെ അറിയിക്കണം. ആ, നീ വേറെ ഫോണിൽ നിന്ന് വിളിച്ചാൽ മതി. കുറച്ച് മറ്റവനും വേണം. ഏത് ബ്രാൻഡ് വേണം? ഏതായാലും കുഴപ്പമില്ല. ഓ,
രഘു, നമുക്ക് കാട് കയറിയാലോ? ഇവിടം കഴിഞ്ഞ് റേഞ്ച് ഉണ്ടാവില്ല. നിനക്ക് ആരെങ്കിലും വിളിക്കാനുണ്ടെങ്കിൽ വിളി. നമുക്ക് ആരെ വിളിക്കാൻ? നമ്മുടെ കണക്ഷനൊക്കെ പേ ന്യൂസ് അല്ലേ മച്ചാനെ. അവിടെ ശരിക്കും പേടിച്ചിരിക്കുക. അത് അറേഞ്ച് പോകണോട്ട് മുമ്പ് വിളിച്ചത്. ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോസും വീഡിയോസും അവൾക്ക് അയച്ചു കൊടുക്കണം. റേഞ്ച് ഇല്ലാത്തടത്ത് നീ എങ്ങനെ അയക്കാനാണ്? അത് സാരമില്ല, അയച്ചോളാം. റേഞ്ച് വരുമ്പോൾ കിട്ടുമല്ലോ. ആശാനെ, തമിഴ്നാട്ടിലേക്ക് ഞങ്ങളും വന്നോട്ടെ. അവളെയും കൊണ്ടോ? നാട്ടിൽ നിൽക്കണേലും നല്ലതാ. ആശാനെ കൊണ്ടു. രഘു, ചെത്ത നോക്കടാ. തനിക്ക് വെടിവെക്കാൻ അറിയാലേ? മുകുന്ദ, നീ എന്ത് വിചാരിച്ച് എനിക്ക് തോക്ക് പേടിയാണെന്ന്? ഇതുവരെ ഉപയോഗിച്ചു കണ്ടിട്ടില്ലല്ലോ. എതിരാളിയെ സ്വന്തം കൈകൊണ്ട് തീർക്കുന്നതാണ് എനിക്ക് ത്രില്ല്. കുര്യച്ചൻ്റെ വീട്ടിൽ കയറുമ്പോഴും ഞാൻ അതേ ത്രില്ലിലായിരുന്നു. കുര്യച്ചൻ ചാകേണ്ടവനാണ്, കൊല്ലാൻ തന്നെയാണ് പോകുന്നത്. എന്നെ അതിനകത്ത് വെടിവെച്ചത് കുര്യച്ചനല്ല, പിന്നെ SI സത്യൻ. കുര്യച്ചനാണെങ്കിൽ എനിക്കതിലൊന്നും തോന്നിയല്ല. സത്യൻ അവിടെ വരണമെങ്കിൽ നമ്മുടെ പ്ലാൻ സത്യൻ അറിഞ്ഞിട്ടുണ്ട്. സത്യനാണെന്ന് ഉറപ്പാണോ? താൻ കണ്ടോ? ആ നാറി ഏതിരുട്ടിൽ എനിക്കറിയാം. വിശ്വാസവഞ്ചന നമ്മുടെ പണിക്ക് ചേർന്നതല്ല. പരമുകുന്ദ, എന്നെ ഒറ്റിയത് നീയോ രഘുവോ? ആരായാലും അവനക്കൊന്ന് കാട്ടിലെറിഞ്ഞ് ബാക്കി രണ്ടുപേരും കാടറിഞ്ഞു. ഇവനാ ഈ പന്നി ഒറ്റിയത്? എത്ര വർഷമായി നമ്മൾ ഈ പരിപാടി തുടങ്ങിയിട്ട്? ഇന്ന് വരെ ഞാനോ താനോ ഈ വിശ്വാസക്കേട് കാണിച്ചിട്ടുണ്ടോ? ആരെയും വിശ്വസിക്കുന്ന സൈമൻ്റെ ഈ സ്വഭാവമാണ് എല്ലാത്തിനും കാരണം. ചതിക്ക് ശിക്ഷ മരണമാണ്. തെളിവ് ശേഷിക്കണ്ട, അവനെ കാട് കൊണ്ടുപോയിക്കോട്ടെ. രഘുവില്ലാതെ കാടിറങ്ങാൻ ബുദ്ധിമുട്ടാണ്. നേരം വെളുത്തോട്ടെ.
താനെടുക്കും. കാടിറങ്ങാൻ നേരം ഞാൻ മജീദിനോടുത്തൊരു വാക്കുണ്ട്. ഒറ്റയവനെ കൊന്നേ കാടിറങ്ങും. കൊല്ലുകയും ചെയ്തു, കാട് ഇറങ്ങി. കാടിനിയും തീർന്നിട്ടില്ല മുകുന്ദ. ഇതേതാ വഴി? രഘു പറഞ്ഞില്ലേ കാട് സത്യമുള്ളതാ. ആ സത്യത്തിലേക്കുള്ള വഴി. അവൻ തീർന്നു, പിന്നെ എന്തിനിത് പറയണേ? ദേവള് വിളിക്കുന്നു. നീ എന്തിനാ എടുത്ത്? പിന്നെ തെളിയോടെ ഇട്ടിട്ട് പോണോ? നശിപ്പിക്കടുത്തതാ മോശം. റേഞ്ച് വന്നതാവും. നീ ആ ഫോൺ എടുക്ക്. താനെടുത്താൽ മതി, എനിക്കെന്തോ. എന്താ അവള് പറഞ്ഞ? രഘുവിനെ അന്വേഷിച്ചോ? താൻ എന്താ പറഞ്ഞേ? അടിച്ച് കിളി പോയി കിടക്കുകയാണെന്നോ? താൻ ആ ഫോണിങ് താ, ഞാൻ ഓഫ് ചെയ്ത് വെക്കും. അവൾ നമ്മുടെ കൂടെ വരുന്നുണ്ടെന്ന്. എങ്ങോട്ട്? രഘു പറഞ്ഞിരുന്നു. അത് ഇനിയും സൈമ. രഘുവിനെ അന്വേഷിച്ച് നമ്മൾ എന്ത് പറയും? അവളെ കൂട്ടാതെ പോയാലും പ്രശ്നം. നമ്മൾക്കൊപ്പമുള്ള ഫോട്ടോയും വീഡിയോസും അവളുടെ കയ്യിലുണ്ട്. മയില്, ഞാൻ പറഞ്ഞതല്ലേ ആ കാട്ടവരാതി വേണ്ട ചതിച്ചത്. ഒരു പക്ഷേ ഇവള് വഴിയാണ് ചോർന്നെങ്കിലോ? അവൾ നമ്മളെ കാത്തിരിക്കും. കണ്ടിട്ട് പോവാം. തീരുമാനിച്ചോ? തെളിവുകൾ പോലും ബാക്കി വെക്കാതെ വേണം എനിക്ക് കാടിറങ്ങാൻ. കുടിക്കാൻ ഇത്തിരി വെള്ളം. ചോടർച്ചനമാണല്ലോ, കൊല്ലണോ? ഇവളെന്താ രഘുവിനെ തിരക്കാത്തെ? അടിച്ചു കിണ്ടി എടുക്കാൻ താനല്ലേ പറഞ്ഞേ. പിണക്കം കാണും. കാട്ടിറച്ചിയാ ഇഷ്ടാണെന്ന് രഘു പറഞ്ഞിരുന്നു. മൊയലാണ്. നല്ല എരി, നന്നായി മുറിച്ചതാണല്ലോ. അലർജിയാ, അതത്ര രുചി. ഇവിടെ ഇരുന്ന് കഴിക്കുന്നതിൽ വിരോധമുണ്ടോ? ഞാനൊന്ന് കുളിച്ചിട്ട് വരാം.
എന്താ രഘുവിനെ? അതെടി ഞാനാ കൊന്നത്. നിന്നും കൊന്നിട്ട് ഞാൻ ഈ കാടിറങ്ങും. ഒരുപാട് പേര് കയറി ഇറങ്ങിയതല്ലടി. ഞാനും അറിയട്ടെ നിന്റെ ചൂരും ചൂടും. അതിന് നീ ജീവനോടെ കാടിറങ്ങിട്ട് വേണ്ടേ? നീ എന്നെ കൊല്ലൂ. ഞാനല്ല. താനോ? കഴുത്തിൽ വടിവാട് വെച്ചപ്പോ സത്യൻ പറഞ്ഞ നിന്റെ പേര്. കുരീച്ചൻ തോക്കെടുത്തപ്പോഴാ ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. അന്നേരമേ മനസ്സിൽ കുറിച്ചിട്ടതാണ് ഈ നിമിഷം. പിന്നെ പാവം നമ്മുടെ രഘു. അതോടാ ഞാനോ ചെയ്ത്. ഈ സൈമ വേണ്ട, ഇനി ഞാൻ മതി. ഇനി എന്റെ കാലമാടാ.